ഹലോ ഗൈസ്, അപ്പം നമ്മളിങ്ങനെ വന്നേക്കുന്ന അർക്കിൻ്റെ അടുത്ത വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഡെയർ വൂൾഫിനെയാണ് പിടിക്കാൻ വന്നത്. ഡെയർ വൂൾഫ് ഇവിടെ നിൽപ്പുണ്ട്, ഒരു 130 ലെവലുള്ളതിൽ ഞാൻ കണ്ടു. അതാണോ നോക്കട്ടെ. ആ ആ ഇത് തന്നെ. കുറേ ഡെയർ വൂൾഫ് ഉണ്ടായിരുന്നു, അതെല്ലാം പോയി തോന്നുന്നു. ഓക്കെ, കിട്ടാറാലും ഉടനെ നമുക്ക് ഇവിടെ സേഫായിട്ട് നിർത്താം. എനിക്ക് ഓക്കെ ഓർമ്മ നമുക്ക് ഇനി അങ്ങ് കൊണ്ടുപോകാം. ഓക്കെ, നമുക്ക് ഓടുന്നുണ്ട്. അയ്യോ, അത് വിഷയമാണ്. ഭയങ്കര വിഷയമാണ്, വെള്ളത്തിൻ്റെ അടിയിലാണ്. വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. വെള്ളത്തിൽ കിടക്കുന്ന ഒത്തിരി ഡേഞ്ചറാണ്. എൻ്റെ ഓക്സിജൻ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും. കണ്ടാവും, ഓക്സിജൻ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സേവ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് സേവ് ഫയൽ ഒന്നുകൂടെ എടുക്കാം. ചത്തു, നമുക്ക് സേവ് ഫയൽ എടുക്കാം. ഇങ്ങനെ നമ്മളെന്തെങ്കിലും സേവ് പിടിക്കാൻ ഇതുണ്ടെങ്കിൽ നമ്മൾ സേവ് ചെയ്യുന്നതാണ് നല്ലത്. സേവ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് വന്ന് എന്തെങ്കിലും അത് മരിച്ചു പോവോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്ക് തിരിച്ച് വന്ന് ഒന്നുകൂടെ ഇങ്ങോട്ട് ടൈം ചെയ്യാം. നമ്മളെ കണ്ടു. ചാടി. ഓക്കെ, നമുക്കിനി ആ മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല. ഓക്കെ,
കുറച്ച് മീറ്റ് ഇട്ട് കൊടുക്കാം. ടറാനോടനെ വിളിച്ചിട്ട് അപ്പുറത്തൊരു ആ സാധനം കണ്ടോ, അതിന് നോക്കുന്നു കൊല്ലാം. അല്ല, മാമത്തിനെ കൊല്ലണം, മാമത്തായിരിക്കും. ഓ, അർജൻറ്റായിസ് ഉണ്ടോ? ഡെയർ വോൾഫിന് ഇച്ചിരി പ്രൈം മീറ്റ് കൊടുക്കാം. പ്രൈം മീറ്റ് ആകുമ്പോൾ പെട്ടെന്ന് തിന്നോളൂ. രണ്ട് പ്രൈം മീറ്റ് കൂടെ കിട്ടി. അതും കൂടെ നമ്മുടെ ഡെയർ വോൾഫിൻ്റെ ഇട്ട് കൊടുക്കാം. ഓ, ഇപ്പം ടൈം ആകും, നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ടൈം നമുക്ക് 100% ടൈമിനും കിട്ടും. അവിടെ എല്ലാം തിരഞ്ഞെടുത്തും ഈ 130 എനിക്ക് ഏറ്റവും ലെവൽ കൂടിയത് കിട്ടിയത്. ബാക്കിയെല്ലാം 20, 80, 85ഒക്കെയാണ്. 50 അതിൽ കൂടുതലൊന്നും കിട്ടുന്നില്ല. എന്താണ് ഞാൻ ഇതിനെ ഒത്തിരി ഞാൻ തപ്പിയും ഈ മഞ്ഞിൻ്റെ ഭാഗം മൊത്തം ഞാൻ സൈഡിൽ കൂടെ എല്ലാം തപ്പിയിട്ടൊന്നും ഒന്നും കിട്ടിയില്ല. എന്നിട്ടാണ് ഈ 130 കിട്ടിയത്. ഇതിനെ നമുക്ക് റീകോൾ ചെയ്തെടുക്കണം. ഇതിനെ അവിടെ ഒരു സേഫ് ആക്കി നോക്കിയിട്ട് നമുക്ക് ബേസിൽ പോയി റീകോൾ ചെയ്ത് എടുക്കണം. ഡെയർ വോൾഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ നമുക്ക് ഹൈഡും പെൽറ്റും ഇതിനൊക്കെ പെട്ടെന്ന് കളക്ട് ചെയ്യും. നല്ലൊരു ടീമാണ്. ഓക്കെ, ഇപ്പം ടൈമും ഓക്കെ ടൈമായി. നമുക്ക് ഡെയർ വോൾഫിനെ റൈഡ് ചെയ്യാൻ നമുക്ക് സാഡിൻ്റെ ആവശ്യമില്ല. നമുക്ക് സാഡിലില്ലാതെ ഡെയർ വോൾഫിനെ റൈഡ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു മാമത്ത് വയ്ക്കണം, നമുക്ക് അതിനെ പോയി ഫൈറ്റ് ചെയ്യാം. ഓ, 2 മാമത്ത്, അത് ഇച്ചിരി റിസ്ക് ആണല്ലോ. നമുക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും സാധനം നിൽപ്പുണ്ടോ? ഒറ്റയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. ഇവിടെ ഒരു മാമത്ത് നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഉണ്ടോ? ബെൽറ്റൊക്കെ 36 ബെൽറ്റാണ് കിട്ടിയത് ഒരു മാമത്തിൻ്റെ. ഓക്കെ, ലെവലപ്പ്. നമുക്കിനെ കൂടുതൽ നമുക്ക് ഇതിന് കൊടുക്കണം. അറ്റാക്ക് ഡാമേജ് അതിന് വേണം കൊടുക്കാം. ഓ, നമുക്കൊന്ന് സേവ് ചെയ്തേക്കാം. ഇല്ലെങ്കിൽ നമ്മൾ
ഇത്ര നേരം ചെയ്തത് മൊത്തം പോയി. ഡെയർവൂൾഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു കേവിങ് ടൈമാണ്. ഇതാണെങ്കിൽ നമുക്ക് ചാടി ഇങ്ങനെ പോകാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് നല്ലൊരു കേവിങ് ടൈമാണ്. ഇതിനെ കൊണ്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇവിടെ നിന്ന് സേഫ് ആയിരിക്കും. ഇവിടെ വെയിക്കാം. എന്നിട്ട് നമ്മൾ ടെറാനോഡറിൻ്റെ മേത്ത് പറന്നുപോയി നമുക്ക് ബേസിൽ പോകാം. ഞാൻ ഇപ്പം നമ്മളിപ്പോൾ 65 ലെവലും കണ്ടായി. നമുക്കിനിയും ഒരു ഇതിനെ ടൈം ചെയ്യണം, അർജൻറ്റാവീസിനെ ടൈം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ടെറാനോഡറിനെ ഒത്തിരി ആവശ്യമില്ല. അർജൻറ്റാവീസിന് ഇച്ചിരി സ്പീഡ് കുറവാണ്, പക്ഷെ നല്ലപോലെ വെയിറ്റ് എടുക്കും. അത്യാവശ്യം നല്ല ഡാമേജ് ഉണ്ട്. എല്ലാം കൊണ്ട് നല്ല ഒരു ഇതാണ് അർജൻറ്റാവീസ്. നല്ല കിണ്ണമാണ്. ഇത് നമ്മുടെ ലാവ മൗണ്ടൈനാണ്. അത് നമ്മളവിടുന്ന് ഇപ്പുറത്ത് വന്നു. നമ്മുടെ റെഡ് ഒബ്ലിക്സിൻ്റെ അടുത്താണ് നമ്മൾ പോകേണ്ടത്. റെഡ് ഒബ്ലിക്സിൻ്റെ അടുത്ത് ആണ് നമ്മുടെ ബേസ്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമ്മുടെ ഡെയർവൂൾഫിനെ റീകോൾ ചെയ്തെടുക്കണം. ഞാൻ ഒരു ടെറാനോഡറിനെയും കൂടെ ടൈം ചെയ്തു, പക്ഷേ ഇതിനേക്കാളും ലെവലുണ്ട്. അതിന് ഒത്തിരി സ്പീഡും വെയിറ്റും ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ അതിനെ അവിടെ വെച്ചേക്കുക. ലെവലുണ്ട്, പക്ഷേ നമുക്ക് ഇത് തന്നെയാണ് നല്ലത്. നമുക്ക് ടെറാനോഡ് എന്താണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ആണല്ലോ. അതിന് സ്പീഡും ഇല്ല, സ്റ്റാമിനയും ഇല്ല. സ്പീഡുണ്ടെന്ന് തോന്നുന്നു, സ്റ്റാമിനയില്ല അതിന്. അതുകൊണ്ട് നമുക്ക് അതിനെ ഇപ്പം എടുക്കണ്ട. അതിനെ കുറച്ച് ലെവലപ്പൊക്കെ ചെയ്ത് സ്റ്റാമിനയൊക്കെ ആക്കിയിട്ട് നമുക്ക് അതിനെ എടുത്തുകൊണ്ട് വരാം. പിന്നെ വെയിറ്റും ഒത്തിരി ഇല്ല. ഇതിൻ്റെ ഇത് ഇപ്പം തന്നെ കണ്ടില്ല, നമുക്ക് ഇത്രയും സാധനം കൊണ്ടുവന്നുള്ളൂ. അപ്പം തന്നെ നമുക്ക് 105 കിലോ ഉണ്ട്. അത് 200 കിലോ കണ്ടു വരും. അപ്പോൾ കുറച്ച് സാധനം കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും കൊണ്ടുപോകാൻ പറ്റത്തില്ല. വെയിറ്റ് ഓവർലോഡായി പോകും. നമ്മൾ ടൈം ചെയ്ത ടെറാനോഡ് എന്ന് പറഞ്ഞാൽ 190 കണ്ട 94 കണ്ടാണ്. ഇതിന് 110 ഉണ്ട്. പക്ഷെ ഇതിന് വെയിറ്റും സ്റ്റാമിനയും ഒക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് അതിനെ ലെവലപ്പ് ആക്കട്ടെ, നമുക്ക് ഇതാക്കിയെടുക്കാം. നല്ലൊരു അർജൻറ്റാവീസിനായിരിക്കും അടുത്ത ടൈം ചെയ്യുന്നത്. ഞാൻ നോക്കി നടക്കും നല്ലൊരെണ്ണത്തിന്. ഡെയർവൂൾഫിന് നിങ്ങൾ പിടിക്കുന്നുണ്ടെങ്കിൽ പ്രൈമേറ്റ് കൊടുക്കുക. ഒരു സൂത്തി ബാമ്പും എടുത്ത് പ്രൈമേറ്റ് കൊടുത്താൽ മതി. ഏറ്റവും നല്ലത് അതാ. ഇതിന് കിബിളൊക്കെ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ പാടാ. കിബിളൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് പ്രൈമേറ്റ് കൊടുത്തങ്ങ് ടൈം ചെയ്താൽ മതി. കിടക്കുക 130. ഞാൻ പിന്നെ 2 പ്രൈമേറ്റേ വന്നുള്ളൂ എനിക്ക് സൂത്തി ബാമ്പിൻ്റെ ഒപ്പം. ഞാൻ ബേസിക് നട്ട് കാണിക്കാം. നമ്മളെ ഡെയർവൂൾഫ് വന്നിട്ടുണ്ട്. കുറച്ച് ഫൈറ്റൊക്കെ എടുത്ത് ഞാൻ കാണിച്ചു തരാം ഡെയർവൂൾഫിൻ്റെ ഇതൊക്കെ ഉള്ളത്. പിന്നെ ഡെയർവൂൾഫിന് കണ്ടില്ല, നമുക്ക് ഹെഡ് ഇതൊക്കെ ഇടാൻ പറ്റും. നമുക്ക് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്.
ഡെയർ വൂൾഫിൻ്റെ നമുക്ക് ഒരു ഈ നമ്മളെ കാർഡില്ല ഇടാത്ത കൊണ്ട് ഇതിൽ ഡാമേജ് കുറയ്ക്കാൻ ആർമർ കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് അല്ലാത്ത നമുക്ക് നമ്മുടെ ആർമർ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇത് കണ്ടു ഇതൊക്കെ ഡെയർ വൂൾഫിൻ്റെ ഡെയർ വൂൾഫ് പറക്കുന്നു. ഓക്കെ, ഓ ലാഗടിച്ചു. ആ കണ്ടോ, നമുക്ക് ഡെയർ വൂൾഫിന് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ കേവിലൊക്കെ പോകുമ്പോൾ നല്ല ഇതാണ്. ഇത് കണ്ടോ, ഒരു ഡോഡോയിൽ നിന്നാണ് നമുക്ക് 21 വീട്ടിൽ ടൂയിസ്. അത് നല്ലൊരു ഇതായിരുന്നു കേട്ടോ. മണ്ണത്തരം കാണിച്ചു എന്നൊരു ഡൗട്ട്. ആ കഴിഞ്ഞൊക്കെ പിടിച്ചാലോ നല്ല. ഇന്നത്തെ ദിവസം എന്തായാലും 2 ഓക്കെ. നമുക്കിതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് നോക്കാം. സ്പീഡ് അങ്ങനെയില്ല, സ്റ്റാമിന നോക്കിയാൽ മതി. നമുക്ക് വലിയ കുഴപ്പമില്ല. വെയിറ്റ് ഇരുന്ന് നമുക്ക് ഇതിന് ഇത് ഫീമെയിലാണോ മെയിലാണോ? ഓ ഇത് മെയിലാണ്. നമുക്ക് ഫീമെയിലായിരുന്നു വേണ്ടേ. ഓക്കെ ഞാൻ കൊന്നത് ഫീമെയിലായിരുന്നു, ഞാൻ നോക്കിയില്ല. പക്ഷേ നോക്കിയില്ല. നമുക്ക് വേണ്ട ഫീമെയിലാണ്. നമുക്ക് നല്ലൊരു ലെവലുള്ള ധാരാളം വേണം. നമുക്ക് ഒരു തെർസിനോണെ പിടിക്കണം. തെർസിനോണിൻ്റെ സാഡിൽ നേരത്തെ എനിക്ക് കിട്ടിയതാണ്. പക്ഷേ നമുക്ക് അതിന് ഒരുപാട് ഹൈഡ് വേണം. ഇത് കിട്ടാൻ ഇനിയും ഡെയർ വൂൾഫ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ഞാൻ ഇത് കാണിച്ചു തരാം. നമ്മുടെ ഡെയർ വൂൾഫാണ്. ഇത് നമുക്ക് നല്ലപോലെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഡെയർ വൂൾഫ്. തമ്മിലിക്ക് വേണ്ടി ഫോട്ടോ എടുക്കാം. ഫോട്ടോ സേവ്. ഓക്കെ, ബൈ ബൈ.